ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ലോങ് വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ബാഗൊക്കെ പാക്ക് ചെയ്ത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടി ഒരു കുട്ടി വെക്കേഷന് വേണ്ടി പോവാണ് കേട്ടോ. ഞങ്ങൾക്ക് തൊട്ടടുത്ത് വയനാടായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ കൽപ്പറ്റയിലാണ് ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ബുക്ക് ചെയ്തത്. പിന്നെ ഞാനും അനിയത്തിയും അനിയത്തീൻ്റെ മോനും അമ്മയും അതേപോലെ ഏട്ടനും മോനുമാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ താമരശ്ശേരി എത്തി ഒരു ചായയൊക്കെ കുടിച്ച് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. പിന്നെ ഈ ബണ്ണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ് കേട്ടോ. ഇത് ബട്ടർ ബണ്ണാണ്. പിന്നെ താമരശ്ശേരിയിൽ നിന്ന് ബസ്സൊക്കെ കയറി കൽപ്പറ്റയ്ക്ക്. പക്ഷേ നല്ല തിരക്കായിരുന്നു. പിന്നെ എനിക്കൊരു സെൻറ്റർ സീറ്റാണ് കേട്ടോ കിട്ടിയത്. അതുകൊണ്ട് മുന്നിലുള്ള കാഴ്ചകളൊന്നും അധികം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നേരെ മുന്നിൽ ഒരു കർട്ടനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൽപ്പറ്റ സ്റ്റാൻഡിലെത്തി. അവിടുന്ന് പിന്നെ ഞങ്ങൾ സെർച്ച് ചെയ്യുകയാണ് കേട്ടോ ഞങ്ങൾക്ക് ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന്. കൽപ്പറ്റയിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ ഞങ്ങളൊരു റൂം ബുക്ക് ചെയ്തത്. റൂമല്ല, ഇതൊരു അപ്പാർട്ട്മെൻറ്റാണ്. 2 റൂം വരുന്ന ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റ്. വലിയ പൈസയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് നിൽക്കാൻ GST അടക്കം 1700-1800 ആ ഒരു റേറ്റേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ്. അപ്പം ഇതാണ് കേട്ടോ അപ്പാർട്ട്മെൻറ്റ്. ഇത് ശരിക്കും കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് കുറേ ആൾക്കാർ ഒരുമിച്ച് വന്നാൽ താമസിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു അപ്പാർട്ട്മെൻറ്റാണ്. 2 ബെഡ്റൂം. ഒരു ബെഡ്റൂമിൽ ടോയ്ലറ്റ് വരുന്നുണ്ട്, ഒരെണ്ണം കോമൺ ടോയ്ലറ്റാണ്. പിന്നെ കിച്ചൺ വരുന്നുണ്ട്, ഒരു വർക്ക് ഏരിയ സ്പേസ് വരുന്നുണ്ട്, 2 ബെഡ്റൂം അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്തായാലും നല്ല അടിപൊളി സ്പേസാണ്. പിന്നെ ഞങ്ങൾ ചെന്ന ഉടനെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങളൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ കൽപ്പറ്റ പുഷ്പമേള നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങൾ നടന്നാണ് ആദ്യം കൽപ്പറ്റയ്ക്ക് വരാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇടയ്ക്കൊന്ന് ഒരു ഓട്ടോ കിട്ടി. അപ്പോൾ ഓട്ടോയ്ക്ക് കയറിയിട്ട് അവർ പുഷ്പമേളയുള്ള സ്ഥലത്ത് ഇറക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുഷ്പമേള നടക്കുന്ന സ്ഥലത്തെത്തിയിട്ടോ. 60 രൂപ 50 രൂപ അങ്ങനെയാണ് കേട്ടോ ടിക്കറ്റ്. കുറച്ച് ഏരിയയിൽ മാത്രമേ ഇങ്ങനെ പൂക്കളൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മളെ ഈ യന്ത്രഊഞ്ഞാൽ, ആകാശത്തോണി അങ്ങനത്തെ പിന്നെ കുറേ സ്റ്റാളുകൾ അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു സ്റ്റാളുകളുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നടന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം തിരിച്ചിറങ്ങി. മക്കളുള്ളതുകൊണ്ട് നല്ല തണുപ്പുമായിരുന്നു. പിന്നെ ഫുഡൊക്കെ വാങ്ങി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. പിന്നെ ഇത് രാവിലെയാണ്. രാവിലെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പക്ഷേ ആ മഞ്ഞ് മൂടി നിൽക്കുന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളെല്ലാവരും റെഡിയായി. ഒരു 9:30 ആയപ്പോഴേക്കും റൂമൊക്കെ ചെക്ക് ഔട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും ഇറങ്ങി കേട്ടോ. ഞങ്ങൾ 1-2 സ്ഥലത്തൊക്കെ പോകണമെന്നൊക്കെ ആയിരുന്നു ആദ്യം വിചാരിച്ചത്. പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് കൽപ്പറ്റ സ്റ്റാൻഡിൽ വന്നു കേട്ടോ. അവിടുന്ന് ഒരു കടയിൽ കയറിയിട്ട് ഞങ്ങൾ ചായ കുടിച്ചു. ഞങ്ങളെല്ലാവരും മസാല ദോശയും പിന്നെ അപ്പവും മുട്ടക്കറിയൊക്കെയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ അവിടുന്ന് സ്റ്റാൻഡിലേക്ക് പോയി. അവിടുന്ന് നേരെ ബസ്സിൽ ഞങ്ങൾ എന്നൂർ കാണാൻ വേണ്ടി പോയി. അവിടെ അനിയത്തിയും അമ്മയും എന്നൂർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനും ഏട്ടനും പിന്നെ ഇടയ്ക്ക് വണ്ടിയിലായിരുന്നല്ലോ പോവുക. അപ്പോൾ അതുകൊണ്ട് അവർ കാണാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു ആദ്യം. ഞങ്ങൾ പോയതൊരു വെക്കേഷൻ സമയമാണല്ലോ, നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ്റെ സമയമായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ഒരു 2-2.5-3 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ജീപ്പ് കിട്ടിയതും ടിക്കറ്റ് കിട്ടിയതൊക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജീപ്പൊക്കെ കിട്ടിയതേ മുകളിലോട്ട് കയറാൻ പോവാണ്. പിന്നെ ഈ കുട്ടികളെയും കൊണ്ടുപോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ നമ്മളെ കയ്യിൽ നിൽക്കില്ല, ഭയങ്കര വികൃതിയായിരിക്കും. അനിയത്തിയും ഏട്ടനൊക്കെ നന്നായിട്ട് പെട്ടുപോയ അവസ്ഥയിലായിരുന്നു കേട്ടോ. പിന്നെ ഞാനും അവർ മുന്നിലേ അങ്ങ് കയറിപ്പോയി. ഞാനും അമ്മയും ഒരുമിച്ചാണ് കേട്ടോ പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ മുളയരീൻ്റെ പായസമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അതൊക്കെ കണ്ടു നിന്നതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അതിനുശേഷം അവിടെ എന്തൊക്കെയോ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന വഴിക്ക് കുറച്ച് കുടംപുളിയും അല്ലാതെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ പൂക്കോട് പോകണമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നു. പക്ഷേ ഈ പിള്ളേരെയും കൊണ്ട് ഞങ്ങൾക്ക് അന്ന് പോകാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ തണുപ്പും വെയിലും എല്ലാം കൂടി ഒരുമിച്ചായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം ഞങ്ങൾക്ക് താഴോട്ട് പോകാനുള്ള ജീപ്പിന് ഞങ്ങൾ കുറേ ക്യൂ ഒക്കെ നിന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ജീപ്പൊക്കെ കിട്ടി താഴോട്ട് പോകുന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് വൈത്തിരിക്ക് വന്നു. അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വൈത്തിരിയിൽ നിന്ന് താമരശ്ശേരിക്ക് ബസ് കയറി കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു വൈകുന്നേരം ആകുന്നതിന് മുന്നേ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മൾ ഈ ഒരു വ്ളോഗ്. അപ്പോൾ നമ്മളെ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.